ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ കറിയാണ് കേട്ടോ. നല്ല കുരുമുളകും പൊടിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല വരട്ടി വെച്ച മട്ടൻ്റെ കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മട്ടൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇനി കുറച്ച് ചുവന്നുള്ളി, ഒരു 100 ഗ്രാം ചുവന്നുള്ളി എടുത്തേക്കണ്. അതിലേക്ക് ഇഞ്ചി കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി 2 കഷ്ണമാക്കിയിട്ട് അരിഞ്ഞെടുത്തത്. ഇനി കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കണം കേട്ടോ. ഇനി അതൊരു കുക്കറിൽ ഒരു 8 വിസിലൊന്ന് വേവിച്ചെടുക്കണം. മട്ടന് നല്ല വേവുള്ളത് കൊണ്ട് ഒരു 8 വിസിലെങ്കിലും വേണം കേട്ടോ. ഇനി ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളക്, കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ നമ്മൾ ആദ്യം മട്ടൻ വേവിക്കണതിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിൽ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇനി ഒരു 2 വെല്ലുള്ളി നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് വഴന്ന് കിട്ടണം. ഉപ്പ് മട്ടനിൽ ആദ്യം ഇട്ടിക്കണ്, അപ്പം നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഉള്ളി വാടി കിട്ടാൻ മാത്രമുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 1.5 സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ പൊടികളുടെയൊക്കെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. എല്ലാം നല്ല മിക്സ് ആയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തേക്കണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടനും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ മട്ടൻ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ലേ ഇനി കേട്ടോ. ആ മട്ടനിൽ ഇറങ്ങി വന്ന വെള്ളമാണ്, ആ വെള്ളത്തോട് കൂടാണ് കേട്ടോ നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കുരുമുളക് പൊടിയിലും ബിരിയാണി മസാലയിലും ആ ഉള്ളിയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. വെള്ളം വറ്റി വരുന്ന വരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി എരിവിന് വേണമെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. നല്ല വെന്ത മട്ടനാണ്, പക്ഷേ ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുത്തേക്കാണ് നല്ല അടിപൊളി മട്ടൻ കറി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പിക്ക് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.